ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പാലക്കാട് പിരായിരിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി. കൊടുന്തിരപ്പള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് തർക്കം. വാർഡിലെ നിലവിലെ മെമ്പറായ ശിവപ്രസാദും സംഘവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സാദിഖ് ബാഷയുമാണ് ഏറ്റുമുട്ടിയത്. ശിവപ്രസാദിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിന് പരാതി നൽകി. ഇതാണ് ആ ദൃശ്യങ്ങൾ. പിരായിരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പെരുവള്ളൂരിൽ നമ്മൾ കണ്ടത് ലീഗിലെ അണികളും നേതാക്കളും തമ്മിലുള്ള സംഘർഷമാണെങ്കിൽ പിരായിരിയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിലാണ് ഈ പൊരിച്ചിൽ. ജനകീയ ആസൂത്രണം എന്തൊക്കെ ലക്ഷ്യങ്ങളോടുകൂടി കൊണ്ടുവന്നൊരു പരിപാടിയല്ലേ. അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന അധികാര വികേന്ദ്രീകരണം, പ്രാദേശികമായിട്ട് നാട്ടുകാർ തമ്മിൽ തിരിഞ്ഞടി തുടങ്ങി. ഓരോ മുന്നണിയിലെയും ഓരോ പാർട്ടിയിലെ ആളുകൾ. ഇക്ബാൽ ഇറക്കലുണ്ട്. ഇക്ബാൽ, എന്താണ് പിരായിരിയിൽ സംഭവിച്ചത്? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. പാലക്കാട് പിരായിരിയിലെ 15-ാം വാർഡ് കൊടുന്തിരപ്പള്ളി വാർഡാണ്. ആ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ തമ്മിൽ ഒരു കൂട്ടയടി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 15-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സാദിഖ് ബാഷ എന്ന് പറയുന്ന പിരാരി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു വാർഡ് കമ്മിറ്റി കൂടുന്നു. അവിടെ വെച്ച് പ്രീജ സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. പക്ഷേ ഇതിനിടയിൽ ആ വാർഡിലെ നിലവിലെ മെമ്പറായിട്ടുള്ള ശിവപ്രസാദും സംഘവും എത്തി ഈ തീരുമാനത്തെ എതിർക്കുകയും പിന്നീട് ഈ കമ്മിറ്റി നിയന്ത്രിക്കാനെത്തിയ സാദിഖ് ബാഷയുമായി തർക്കമുണ്ടാവുകയും പിന്നീട് ഈ നേതാക്കളെല്ലാം പരസ്പരം ഒരു തമ്മിൽ തല്ലിൽ അല്ലെങ്കിൽ ഒരു കൂട്ടയടിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഏതായാലും സാദിഖ് ബാഷയ്ക്കാണ് കൂടുതലും മർദ്ദനമേറ്റുള്ളത്. ശിവപ്രസാദും സംഘവും തങ്ങളെ അകാരണമായി മർദ്ദിച്ചു എന്നുള്ളതാണ്, അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മർദ്ദിച്ചു എന്നുള്ളതാണ് സാദിഖ് ബാഷ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് നേതൃത്വത്തിന് ഇപ്പോൾ ഏതായാലും പരാതി നൽകിയിരിക്കുകയാണ് സാദിഖ് ബാഷ പോലുള്ള അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ. ഏതായാലും കഴിഞ്ഞ ദിവസം പാലക്കാട് കൊടുന്തിരപ്പള്ളിയിൽ അണ്ടലങ്ങാട് വെച്ചാണ് ഈ വാർഡ് കമ്മിറ്റി യോഗം ചേർന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കൂട്ടയടി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള അരുൺകുമാർ. ഈ വിഷയത്തിൽ എന്തായാലും DCC നേതൃത്വം കടുത്ത നടപടി എടുക്കണമെന്നുള്ളതാണ് അവിടെ മർദ്ദനത്തിന് ഇരയായിട്ടുള്ള നേതാക്കളുടെ ആവശ്യം. ഏതായാലും നേരത്തെ വാർഡ് കമ്മിറ്റി തീരുമാനിച്ച പ്രീജ സുരേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി പകരം ഒരു സ്ഥാനാർത്ഥി അവിടെ തീരുമാനിച്ചതിനെതിരെയും വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. DCC നേതൃത്വം പണം വാങ്ങിയാണ് ആ വാർഡിൽ ഇപ്പോൾ ഏതായാലും ഈ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രീജ സുരേഷ് ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾ, ഈ വാർഡിലെ നേതാക്കൾ ഇപ്പോൾ ഏതായാലും ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത്. താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. പെരുവള്ളൂരിൽ ലീഗിൻ്റെ കൂട്ടയടി, പാലക്കാട് പിരായിരിയിൽ കോൺഗ്രസിൽ കൂട്ടയടി. എന്നിട്ട് ഐക്യജനാധിപത്യ മുന്നണി എന്നും പറഞ്ഞിട്ട് ഇവരെങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബോർഡ് വയ്ക്കാൻ പോകുന്നത്?